പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിൽ പാലസിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ നിന്ന് പെരുമ്പാവൂർ മൂവാറ്റുപുഴ ആ റൂട്ട് പോകുന്ന വഴിയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മുടെ എൻട്രൻസിൻ്റെ ഒരു കാഴ്ച എങ്ങനെയാണ് കേട്ടോ. അവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇനി അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാണ്ട് ക്യൂ നിൽക്കണം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ സൈഡിലൂടെ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് 10 രൂപ, ടോട്ടൽ 60 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തുനിന്നൊക്കെ പോകുന്നു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്നാ നോക്കിയാൽ നല്ല രസം നോക്കി. ഇവിടെ നിന്ന് തന്നെ സീനിക്ക് വ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാഴ്ചകളാണായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് മുന്നിൽ തന്നെ ഹിൽ പാലസ് കാണാം. അപ്പോൾ അതിൻ്റെ ആ ഒരു അരമതിലിൻ്റെയൊക്കെ സ്ട്രക്ചർ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ടോട്ടലി ഇവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കും മുന്നോട്ട് പോവാം കേട്ടോ. കണ്ടില്ലേ, പല ടൈപ്പ് ഡിസൈനിങ് ഒക്കെ കണ്ടില്ലേ സംഭവത്തിൻ്റെ പോസ്റ്റിൻ്റെ ഒക്കെ. അതുപോലെ തന്നെ ഈ ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പല ഫേമസ് സിനിമകളുടെ ലൊക്കേഷനാണ് കേട്ടോ ഹിൽ പാലസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ ഇതുണ്ട്, സംഭവം പണിത് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ആക്ച്വലി. അതാണ് ഹിൽ പാലസിൻ്റെ എന്താ പറയുക, വേറിട്ട് രീതിയിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഹിൽ പാലസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കണം. ഫ്രണ്ടിൽ കാണുന്നതാണ് ക്ലോക്ക് റൂം കേട്ടോ. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ വേറിട്ട് രീതിയിൽ തന്നെയാണ് അത് പണിത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സീനിക്കാട്ടോ സംഭവം. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലൂടെ എത്തി. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. കണ്ടില്ലേ, ഇതാണ് ഒരു ഇൻഫർമേഷൻ കൗണ്ടർ അവിടെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു സംഭവം കാണാൻ പറ്റും. കണ്ടില്ലേ, മ്യൂസിയത്തിൻ്റെ ഒരു ബാഡ്ജിങ് സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എൻട്രി ഒക്കെ ചെയ്തു. നമുക്ക് സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകാം കേട്ടോ. സ്റ്റെപ്പൊക്കെ നല്ല വെറൈറ്റി ഡിസൈനിൽ അത് പണിത് വെച്ചിരിക്കുന്നത്, കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മേളിലോട്ട് കയറി പോവാം കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു എല്ലാ ഹാളാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളോടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പല സിനിമകളുടെയും പേരൊക്കെ നമുക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന തന്നെ ഒരു ലിഫ്റ്റാണ് കേട്ടോ. ഈ ലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആദ്യം കേരളത്തിലെ ഫസ്റ്റ് ലിഫ്റ്റാണത്. കണ്ടില്ലേ, അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നൊക്കെ പോകുന്നത് നമ്മളിപ്പോൾ വേറൊരു സൈഡിലോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്തും എന്തോ സംഭവം നമുക്ക് നോക്കാം. അതിൻ്റെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അകത്ത് വന്നപ്പോൾ കാഴ്ച ഇത് ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു വേൾഡ് മാപ്പിൻ്റെ ഒരു സംഭവം. ഇത് എനിക്ക് തോന്നുന്ന ട്രേഡിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അവിടെ ഇപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് ഇവിടെ വേറൊരു സംഭവമുണ്ട്. കണ്ടില്ലേ, കൊച്ചിയുടെ പല പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല ടൈമിലുള്ള പേരുകളാണത്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ച വെച്ചാൽ ഒരു ആനയുടെ ഒരു ശില്പമാണിത്. ഇത് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിസൈൻ ചെയ്യുന്നത് തേക്കിലാണ്. അത് ആ കൊമ്പ് ഒറിജിനൽ ആനയുടെ കൊമ്പാണ് കേട്ടോ. അതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. കണ്ടോ, നല്ല ഡിസൈനിങ് കേട്ടോ. ആ ഡിസൈനിങ് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തും പോകുന്നുണ്ട് അവർ. ഇപ്പോൾ പല ടൈപ്പിലുള്ള ഇതുണ്ടാവും, സംഭവങ്ങളോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഹിൽ പാലസിൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഓരോ ടൈമിലുള്ള ആ ഒരു ഭരണാധികാരികളുടെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഹിസ്റ്ററിക്കൽ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് കൊണ്ട് കേട്ടോ. ഇത് കൂടുതലും ഇവിടുത്തെ ഇതുമായിട്ട് ഹിൽ പാലസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒക്കെ പോകണം. കണ്ടില്ലേ, ഇവിടെ തന്നെ പരദേവത, അതിൻ്റെ ആ ഒരു ഹിൽ പാലസിൻ്റെ ഒരു സംഭവം. ഇവിടെ തന്നെ ദേവസ്ഥാനം കണ്ടില്ലേ, അവിടെ അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പല ടൈപ്പുള്ള ട്രഡീഷൻസിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെയും ഓരോ രീതിയിലുള്ള ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അത് എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഹിൽ പാലസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കേരളത്തിൻ്റെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ വന്ന വഴിയാണത്, നമ്മൾ ആദ്യം കയറി വഴിയാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് വേറെ സൈഡിലേക്ക് പോകാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ പല ചിത്രങ്ങളുടെയും ആ ഒരു പല സിനിമകളുടെയും ഒരു ഓർമ്മകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ കൂടുതൽ കൊടുത്തിരിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അത് എഡ്യൂക്കേഷൻ പവർ, അങ്ങനെ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലത്തെ കണ്ടില്ലേ ആ ഒരു മ്യൂസിയം സെറ്റപ്പ്. പിന്നെ ഇവിടെ ഇത് എഡ്യൂക്കേഷൻ, കുറച്ച് സ്കൂള് കണ്ടല്ലോ, ഓരോ കോളേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രാവൽസ് ആൻഡ് കസ്റ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല ടൈപ്പ് വാളൊക്കെ ഇവിടെ കാണാതെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് തൃപ്പൂണിത്തുറയുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അത്രയും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഇപ്പോൾ ഇവിടെ വേറൊരു തമ്പുരാൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, രാമവർമ്മ ഋഷി തമ്പുരാൻ. കണ്ടില്ലേ, ഇത് നമ്മുടെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു ഹിസ്റ്ററി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പണ്ടേ മുതലുള്ളതാണ്, സ്പോർട്സിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു തൃപ്പൂണിത്തുറ. ഇവിടെ ഓരോ ഹിസ്റ്റോറിക്കലായിട്ട് സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രാവൽസിൻ്റെ സംഭവമായിട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ യാത്ര പണ്ടത്തെ ഇതുണ്ടല്ലോ, യാത്രയുടെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ സംഭവം വേറെ കൊടുത്തിട്ടുണ്ട്, ലിറ്ററേച്ചറിൻ്റെ സംഭവമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത്, നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. എന്താ പറയുക, ഇത് ഔട്ട് സൈഡ് വ്യൂ ആണ്. നമ്മൾ കയറി വന്ന ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എറണാകുളം സിറ്റി ഫ്ലാറ്റൊക്കെ കണ്ടില്ല അവിടെ, നമുക്ക് ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ടോട്ടലി സിറ്റിയുടെ ഒരു വ്യൂ എത്തിച്ച് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ അകത്തേക്ക് വന്നിരിക്കണം ഓരോ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ. ഇതുപോലെ റൂളേഴ്സിൻ്റെ ഉണ്ടോ സംഭവമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ കൊച്ചിൻ ഹാർബറിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്കകത്ത് ഇത് കണ്ടില്ലേ, ഓരോ കൊച്ചിൻ നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സമയത്തുണ്ടായിരുന്ന ഹിസ്റ്ററിയുടെ കൂടുതലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലൊക്കെ തന്നെ കണ്ടില്ലേ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. നമ്മുടെ ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ താഴത്ത് നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ കയറുന്നുണ്ട് മുകളിലേക്ക്. ഇവിടെ നല്ല വ്യൂ ആട്ടോ, കണ്ടില്ലേ, സീനിക്കായിട്ടുള്ള വ്യൂ ആണിത്. നല്ല എറണാകുളം സിറ്റിയുടെ നടുക്ക് നല്ല കാമാനിഫായിട്ട് അറ്റ്മോസ്ഫിയറാണ് പൊതുവെ ടോട്ടൽ ഇവിടെ ഉള്ളത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാണ്. സിറ്റി ഒക്കെ ഫ്ലാറ്റൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അത്യാവശ്യം വ്യൂ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ കാണുന്ന ഹാളിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കയറാം. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആ ഒരു സിംഹാസനം കണ്ടില്ലേ, ആ സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഷാൻഡിലിയർ, പഴയ കാലത്ത് ഷാൻഡിലിയറാണ് കേട്ടോ കാണുന്നത്. പല ടൈപ്പ് ആ ഒരു ഫർണിച്ചറാണ് ആ ടൈമിലെ, ഹിസ്റ്റോറിക്കൽ ടൈമിലെ. ഇപ്പോൾ ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാം. നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സ്റ്റെപ്പുണ്ട്, താഴത്തേക്ക് ഇറങ്ങാം. സ്റ്റെപ്പൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോളിഷ് ചെയ്ത്, വുഡൻ പോളിഷ് ചെയ്ത് കാണാൻ തന്നെ നല്ല രസമുണ്ടത്. അപ്പോൾ ആ സെക്ഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കയറാൻ പോവാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു രീതിയായിട്ടുള്ളത്. പണ്ട് കാലത്തെ ഒരു സംഭവങ്ങളിവിടെ ഉണ്ട്. നല്ല ഇതിനകത്ത് അറേഞ്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അങ്ങോട്ട് പോലത്തൊരു സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെയറുണ്ട്. അപ്പോൾ നമ്മുടെ റിവോൾവിങ് ചെയറാന്ന് തോന്നുന്നത്. നോക്കട്ടെ, ഫസ്റ്റ് അതെ, പണ്ടത്തെ റിവോൾവിങ് ചെയറാണത്. അത് ഓരോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് കണ്ടത്. ഇല്ലേ, നേരത്തെ പറഞ്ഞില്ല, ഇത് ഫസ്റ്റ് റിവോൾവിങ് ചെയറാണ് കേട്ടോ. അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. തൊട്ടുപുറത്ത് കാണുന്ന നമ്മുടെ ബൈബിളാണ്. ഇത്
ഫുള്ള് ഇതാണ് ആട്ടിൻതോലാണിത്, പേപ്പറല്ല. പഴയ നിയമമാണെന്ന് തോന്നുന്നു, ബൈബിളിലെ. അതെ, അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന വേറൊരു ഏരിയ ഉണ്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകണം. ഇവിടെ ചില സ്ഥലത്തൊക്കെ ഫോട്ടോഗ്രാഫിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് പണ്ടത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് കേട്ടോ അത്. ആ രാജാക്കന്മാർ ധരിച്ചിരുന്ന ഒരു ഡ്രസ്സിങ് സ്റ്റൈലിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള, അപ്പോൾ നമ്മളതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ പല സ്ഥലത്തും തന്നെ ഇപ്പോൾ കയറിയ സെഷൻസിൽ ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ ക്ലോക്ക് റൂമിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിയൊരു കുളമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരു ആമ്പൽ കുളം പോലെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രാവിൻ കൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് നമുക്ക് എടുക്കാം. നമ്മുടെ ഫുഡ് വേറൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വേറെ സൈഡിലോട്ട് പോകണ്ടോ. അവിടെ ഫ്രണ്ട് എന്താണെന്നൊക്കെ നോക്കാൻ പോയി. ഇവിടെ ഒരു നല്ല തിരക്കായിട്ടോ അവിടെ, നേരത്തെ അപേക്ഷിച്ച് നല്ല തിരക്കായി. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പോകാം കേട്ടോ. ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ആ ഒരു ഫേമസ് സിനിമ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നതോറും ആൾക്കാരൊക്കെ കുറഞ്ഞു വരുന്നത്. നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, വേറൊരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങോട്ടേക്ക് അറ്റം മനുഷ്യനുമില്ല. നമുക്ക് പോയി നോക്കാം, അറ്റം വരെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ, അവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒറ്റ മനുഷ്യനും ഇല്ല. നമ്മളതിൻ്റെ അറ്റത്തൊക്കെ എത്തിയിരിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് ഒറ്റ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, ആ ഗ്രില്ല് വെച്ച് അടച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. ഈ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ചെറിയൊരു ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്, കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോകുന്നോണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ കുറച്ചൊരു എൻ്റെ പുറകെ കുറച്ചൊരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയറി പോവാം, കാരണം അത് അധികം നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. ഇപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കായി. നമുക്ക് വേറെ സൈഡിലോട്ട് പോകട്ടെ. അതിൻ്റെ പുറകുവശത്തൊക്കെ നമുക്ക് റൗണ്ട് അടിച്ച് നമുക്ക് കാണാം. ഇവിടെ ഒരു എന്താ പറയുക, ഒരു സംഭവം അവിടെ ഉണ്ട്, നോക്കാം എന്താണ്. ഒരു സ്കൾപ്ചറുള്ള ഒരു പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, കണ്ടില്ലേ, സ്കൾപ്ചറൽ ഗാലറി. ഇപ്പോൾ ഹിൽ പാലസിൻ്റെ ഒരു ടോട്ടലി ഇതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. നമ്മളാ കയറിപ്പോയ ഭാഗത്തിൻ്റെ ഒക്കെ പുറത്താട്ടോ നമ്മളുള്ളത്. ആൾക്കാരെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹിൽ പാലസിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത് 1865 നമ്മുടെ കൊച്ചി മഹാരാജാവ് പണി കഴിച്ചതാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണത് നിലവിൽ. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട നല്ല കാമാൻ ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷമാണ് പൊതുവെ, കാരണം നല്ല തണുപ്പുണ്ട് അതിനകത്ത്, മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ക്രിമിനേഷൻ നടക്കണം, അതായത് രാമവർമ്മ പരിശുദ്ധ തമ്പുരാൻ്റെ അടക്കിയിരിക്കുന്ന സ്ഥലമാണത്, കണ്ടില്ലേ, അതാണ്. സത്യം പറഞ്ഞ ഈ സ്ഥലം സിറ്റിയോട് നടക്കുകയാണെങ്കിൽ ഇത്ര മരങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക, പൊതുവെ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് ഇതിനകത്ത്. അങ്ങനെ അറിയത്തില്ല, പിന്നെ ഉച്ചയായിട്ടും അങ്ങനെ അധികം ഓവർ ഹീറ്റൊന്നുമില്ല, നല്ല തണുത്ത അന്തരീക്ഷമാണ് പൊതുവെ ഇതിനകത്ത്. നമ്മുടെ താഴത്തെ ഭാഗത്തേക്ക് വന്നിരിക്കട്ടെ. ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്, ഇവിടെ മറ്റേ മാനിനെയൊക്കെ പരിപാലിക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, അത്യാവശ്യം ഉണ്ട് കേട്ടോ അതിനകത്ത്. ആ ഭാഗത്തേക്ക് ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ചെറിയൊരു കൂട്ടം മാനുകളുണ്ട്, അല്ല ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ മാനുകളുണ്ട് കേട്ടോ. അതാ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ കേട്ടോ ഉള്ളത്, കണ്ടില്ലേ. ആ ഭാഗത്തേക്ക് കാടാണെന്ന് തോന്നുന്നു. എന്നാലും നല്ല തണുത്ത അന്തരീക്ഷമുണ്ട് പൊതുവെ അതിനകത്ത്, അതാണ് അത് എടുത്തു പറയേണ്ടത്. നമ്മൾ ആ ഭാഗത്തൊക്കെ പോകുന്നത്, നമ്മൾ തിരിച്ചു പോകണം ഇവിടുന്ന്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഒരു എന്താ കാമാൻ ക്വയറ്റ് അന്തരീക്ഷമാണുള്ളത്, നല്ല സമാധാനപരമായ അന്തരീക്ഷമാണ് ഉള്ളത്.
ഇപ്പോൾ ഇവിടെ ഒരു ഡൈനോസറിനൊക്കെ പ്രതിമ ഉണ്ട് കേട്ടോ. അയ്യോ ഭയങ്കര വലിപ്പം കേട്ടോ അതിന്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്തേക്ക് നല്ല പൊതുവെ നല്ല സമാധാനപരമായ അന്തരീക്ഷം ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നു. ഹിൽ പാലസ് നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടത്. ഇവിടെ നിന്ന് വേറൊരു വ്യൂ ആണ്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇവിടെ അതുപോലെ തന്നെ തണുപ്പാണ് കേട്ടോ മെയിനായിട്ട്. തണുപ്പമാണ് സമാധാനമാണ് മെയിൻ ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റൗണ്ട് അടിച്ച് എത്താറായി. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ സ്റ്റെപ്പൊക്കെ ഉണ്ടത്. പഴയകാലത്തെ സ്റ്റെപ്പാണ് ഇതൊക്കെ. ഇതിവിടെ ഒരു സ്കൾപ്ചർ ഉണ്ട്. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോകട്ടോ. നമ്മൾ കയറി വന്ന ഭാഗത്തേക്ക്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ല, നല്ല വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് മനോഹരമായ വ്യൂ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. നമ്മൾ കയറി വരുന്ന വഴിയല്ല കേട്ടോ, നമ്മൾ ഇറങ്ങുന്ന വഴി സെപ്പറേറ്റ് വഴിയാണ്. നല്ലോണം അത് മെയിൻറ്റെയിൻ ചെയ്ത് തരണം, അതാണ് ഹൈലൈറ്റ്. അതാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് അതാണത്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. കണ്ടില്ല, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, എടുത്തു പറയേണ്ട ഒരു വ്യൂ ആണ്. മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഹിൽ പാലസിൻ്റെ ഇവിടെ നിന്ന് കിട്ടുക. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ പോയ ഭാഗത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞു. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തല്ലോ, 12:30 ഇത് ക്ലോസ് ചെയ്യും. 2 മണി ടു 4 മണി ആയിരിക്കും ഇതിന് ഓപ്പൺ ആയിരിക്കുക. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ 9 മണി ടു 12:30 വരെ ആയിരിക്കും. എന്നിട്ട് ബ്രേക്ക്. എന്നിട്ട് 2 മണി വരെ 4 മണി വരെ ആയിരിക്കും ഓപ്പണിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെളിയിലിട്ടിറങ്ങാം. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടു. ഹിൽ പാലസ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.